ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നാം ഇന്ന് പകൽക്കാലം ചിന്തയ്ക്കായി വായിച്ച വാക്യം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ആമേൻ ഹല്ലേലൂയ 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് നാം വായിച്ചു കേട്ടത്. കഴിഞ്ഞ ഞായറാഴ്ചയും ഇതേ വാക്യം തന്നെ ആമേൻ വായിച്ചിട്ടാണ് ദൈവസന്നിധിയിൽ ആമേൻ ദൈവം തന്ന ആലോചന പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നത്. വീണ്ടും അതിൻ്റെ തുടർച്ചയായി ചില ചിന്തകൾ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് തന്നതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഒരുമിച്ച് ചേർന്ന് വേഗത്തിൽ ഹല്ലേലൂയ ആ ചിന്തകളൊക്കെ ഒന്ന് പങ്കുവച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ശരണപ്പെടുന്നു. ഇവിടെ നാം വായിച്ച വാക്യത്തിൻ്റെ ആമേൻ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ കൂടി വന്നിരുന്നവർക്കറിയാം. ഒറ്റ വാക്യത്തിൽ നാം ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശരീരത്തിൽ ഒരു ക്ലേശമുണ്ടായിരുന്നു. മലയാളത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഒരു മുള്ള് തന്നെ കുത്തി നോവിക്കേണ്ടുന്നതിന് പൗലോസ് തന്നെ പറയുന്നത് എന്നെ കുത്തേണ്ടുന്നതിന് സാത്താൻ്റെ ദൂതനെ തന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ ജഡത്തിൽ തനിക്കുണ്ടായിരുന്ന ഒരു ക്ലേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ദൈവസന്നിധിയിൽ പൗലോസ് അത് നീങ്ങിപ്പോകുവാൻ 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ മുള്ള് പലപ്പോഴും തനിക്ക് അസഹ്യമായി തീർന്ന മുള്ള് തൻ്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിച്ചു. 3-ാം വട്ടം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മറുപടി, നീ ഈ മുള്ള് നീങ്ങിപ്പോകാൻ എന്നോട് പ്രാർത്ഥിക്കണ്ട, മറിച്ച് എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ ദൈവശക്തിയായി വെളിപ്പെട്ടു വരുന്നു. ഈ വാക്യത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ ഇടയായി തീർന്നതും ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദൈവവചനം നാം ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. അതിൻ്റെ ചരിത്രത്തോട് ചേർത്ത് ആമേൻ അവിടെ അല്പമായി നാം ഒന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. പൗലോസിൻ്റെ ജഡത്തിലുണ്ടായിരുന്ന ആ മുള്ളെന്തായിരുന്നെന്നും ആമേൻ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് തൻ്റെ ശരീരത്തിൽ ദൈവനാമത്തിന് വേണ്ടി താൻ അനുഭവിച്ച ശാരീരിക പീഡകൾ നിമിത്തം തൻ്റെ കണ്ണിനുണ്ടായ ആമേൻ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ഈ മുള്ള്. ഈ കണ്ണ് വീങ്ങിയിട്ട് ഒരു വിരൂപനെ പോലെ വീർത്ത് തൻ്റെ കാഴ്ചശക്തിയെ പോലും നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ വിരൂപനായി മറ്റുള്ളവർ തന്നെ ലജ്ജിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് ഈ കണ്ണിൻ്റെ പ്രയാസം വന്നപ്പോൾ ദൈവത്തോട് ഇത് നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് താൻ പറയുന്നു, ഇതെന്നെ കുത്തുവാൻ ദൈവം തന്ന സാത്താൻ്റെ ദൂതനാണ്. ഞാൻ ആ വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് നിഗളിച്ചു പോകാതിരിക്കേണ്ടുന്നതിന് എനിക്ക് തന്ന ആമേൻ ഒരു മുള്ളാണിത്, ഇത് സാത്താൻ്റെ ദൂതനാണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് താൻ സന്തോഷത്തോടെ അത് സ്വീകരിച്ചത്. ദൈവശബ്ദം താൻ ഇപ്രകാരം കേട്ടു, ഇത് നീങ്ങിപ്പോകാൻ നീ പ്രാർത്ഥിക്കണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. അത് നിന്റെ ബലഹീനതകളിൽ, ഈ കണ്ണ് നിനക്ക് ബലഹീനമാണോ, ഈ കണ്ണ് നിന്നെ നിന്ദിക്കുന്നതിന് നിന്നാപാത്രമാണോ, അതുകൊണ്ട് അത് മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കാതെ അതിൻ്റെ മേൽ പകരുന്ന എൻ്റെ അതിമഹത്തായ കൃപ അത് നിനക്ക് മതി. അത് നിന്റെ ഏത് ബലഹീന അവസ്ഥകളിലും നിന്നെ ആമേൻ ശക്തനാക്കി നിർത്തുന്നതാണെന്നാണ് നാം ചിന്തിച്ച് നിർത്തിയത്. അങ്ങനെ ആ വാക്യത്തോടും അതിൻ്റെ ചരിത്രത്തോടും ചേർന്ന് ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ ദൈവമായ കർത്താവ് ആമേൻ ഇടപെട്ട ചില ദൈവിക ആലോചനകളും മർമ്മങ്ങളും ഉണ്ടായിരുന്നു. പൗലോസിനോട് പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപ ബലഹീനതകളെ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ്. അങ്ങനെയെങ്കിൽ ദൈവം പകരുന്ന കൃപയ്ക്കൊക്കെ ചില ദൈവിക പദ്ധതി ഉണ്ടെന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത്. അങ്ങനെ ഈ കൃപയുടെ പുറകിലുള്ള ദൈവിക പദ്ധതിയും ഈ കൃപയിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങളും ഈ കൃപയിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ പോകുന്ന അസാധാരണമായ ദൈവപ്രവർത്തികളെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഓടിച്ചു പോകട്ടെ. ആദ്യമായി കൃപ ലഭിച്ചു എന്ന് പറഞ്ഞ നോഹയെക്കുറിച്ചാണ്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു.
എന്തായിരുന്നു നോഹയ്ക്ക് ലഭിച്ച ദൈവകൃപ എന്ന് ചോദിച്ചാൽ, ദൈവത്തെ ഹല്ലേലൂയ ദൈവശബ്ദം കേട്ടപ്പോൾ, സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു മാറിയപ്പോൾ നോഹയ്ക്ക് മാത്രം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എപ്രകാരം? ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തപ്പോൾ, ദൈവം പറഞ്ഞതുപോലെ മുന്നോട്ടുള്ള അസാധ്യമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യാതെ ദൈവത്തിങ്കൽ നിന്ന് കേട്ട ശബ്ദത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ തനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപയാണതെന്ന് മനസ്സിലാക്കി ദൈവശബ്ദത്തിന് അതുപോലെ പൂർണ്ണമായി വിധേയനായി ഹല്ലേലൂയ ശബ്ദത്തിന് അനുസരണമുള്ളവനായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ചുറ്റുപാടിൽ നിന്ന് അനേക പരിഹാസങ്ങളും നിന്ദകളും അപമാനങ്ങളും ഒക്കെ നോഹയ്ക്ക് ഏൽക്കേണ്ടി വന്നു. എന്നാൽ അവന് ലഭിച്ച ദൈവകൃപ അവനെ നിന്ദിച്ചവരുടെ നടുവിൽ അവനും നിന്ദിച്ചവരുമായി ഒരു വേർതിരിവുണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചതാണ് നോഹയ്ക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ. നാം ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു: ദൈവത്തെ അറിയുന്നവനോട് ദൈവത്തിന് അറിയിക്കുവാനുള്ള അരുളപ്പാടിൻ്റെ പൂർണ്ണതയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. പലപ്പോഴും കൃപയെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. അന്യഭാഷ പറയുന്നതും ആരാധിക്കുന്നതും പ്രവചനം പറയുന്നതും ദൂത് പറയുന്നതും ആലോചന പറയുന്നതുമാണ് കൃപയെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതല്ല കൃപ. ദൈവം നിന്നോട് കാണിക്കുന്ന അത് കൃപാ വരങ്ങളാണ്. കൃപ എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് തോന്നുന്ന ദൈവത്തിൻ്റെ ദയയ്ക്കാണ് കൃപയെന്ന് പേർ പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കാണിച്ച ദൈവകൃപയുടെ അളവറ്റ ആഴത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടുവന്നത്. നോഹയ്ക്ക് ലഭിച്ച ദൈവകൃപ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ അറിയുവാനും ദൈവത്തെ അനുസരിക്കുവാനും സാഹചര്യങ്ങളെ നോക്കാതെ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുവാനും ഉണ്ടായ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നോഹയ്ക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ. രണ്ടാമത് ഞാൻ ചിന്തിച്ചത്, രക്ഷിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യമാണ് കൃപയെന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, രക്ഷിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവിക പദ്ധതിയാണ് കൃപയെന്ന് പറയുന്നത്. നാം ചിന്തിച്ചു, ലോത്ത് അവനായിരുന്ന ഇടങ്ങളിൽ പല വിധത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവർത്തികളും മനുഷ്യന് പോലും ഹിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്തു വന്നിരുന്നവരുടെ ഇടയിൽ നിന്ന് ഒരുവൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത മറുപടിയാണ് യഥാർത്ഥമായ ദൈവകൃപ എന്ന് പറയുന്നത്. ഒരുത്തനെ നശിപ്പിക്കാതെ മറ്റൊരുത്തൻ്റെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നേരിട്ട് വന്ന് തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയ ദൈവിക പദ്ധതിയാണ് ലോത്തിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട കൃപ. ഇന്ന് പകൽക്കാലം നാം വളരെ ശാന്തമായി ദൈവസന്നിധിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സമാനമായ സാഹചര്യങ്ങൾ പലപ്പോഴും ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി വെളിപ്പാട് പുസ്തകത്തിൽ വരെ ഓരോ ക്യാരക്ടർ സ്റ്റഡി ദൈവം കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തികളുടെ സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങളിലൂടെ അവർ കടന്നുപോയപ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവം വെളിപ്പെടുത്തിയ നീതി, ദൈവത്തിൻ്റെ ന്യായം, ദൈവത്തിൻ്റെ ന്യായവിധി, ഇതെല്ലാം മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം ഓരോ ക്യാരക്ടറുകളെ കൊണ്ടുവന്ന് അവരോടുള്ള ദൈവത്തിൻ്റെ നീതിയും ദൈവം വെളിപ്പെടുത്തിയ കൃപ എന്താണെന്നും ജീവിച്ചിരിക്കുന്ന നാം തിരിച്ചറിയേണ്ടുന്നതിന്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് തെറ്റിലൂടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയാതെ അല്ലെങ്കിൽ ദൈവ പദ്ധതിക്ക് കൊടുക്കേണ്ടുന്ന വില കൊടുക്കാതെ മാറിപ്പോയപ്പോൾ ഇവൻ ചെയ്ത അതേ പ്രവൃത്തി പോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് സമാനമായ പ്രവൃത്തി ചെയ്തവനോട് ദൈവം എന്താ ചെയ്തതെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നവനെ ബോധ്യപ്പെടുത്തുവാൻ
ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ പദ്ധതിയാ ഈ മഹാകൃപയെന്ന് പറയുന്നത്. ലോത്തിനെ എന്തിനുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ വെച്ചു എന്ന് ചോദിച്ചാൽ, ആമേൻ, തുടക്കം മുതൽ മനുഷ്യൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ മഹാദയെ തിരിച്ചറിയാതെ മുന്നോട്ട് പോയപ്പോൾ അങ്ങനെയുള്ള മനുഷ്യനോടും അവരോട് ചുറ്റി നിന്നവരോടും ദൈവം കൊടുത്ത ന്യായവിധികളും ദൈവത്തിൻ്റെ തീർപ്പുകളും പൂർണ്ണമായി മനസ്സിലാക്കേണ്ടുന്നതിന് ദൈവം വെളിപ്പെടുത്തിയ ദൈവിക പദ്ധതിയാണ് ദൈവത്തിൻ്റെ ഈ കൃപയെന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമെല്ലാം തിരിച്ചറിയണം, നമ്മളോട് ദൈവം മഹാകരുണ കാണിക്കുന്നുണ്ട്, ദൈവം നമ്മോടും മഹാകൃപ കാണിക്കുന്നുണ്ട്. ആ കൃപയുടെ ആഴം തിരിച്ചറിഞ്ഞ് അവൻ നാം മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ ഇതുപോലെ ലോത്തിന് സമാനമായ ജീവിത സാഹചര്യങ്ങൾ നാം നിൽക്കുന്ന അവസരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാൻ നാം മറന്നു പോകരുത്. അടുത്തത് നാം ചിന്തിച്ചൊരു കാര്യമുണ്ട്. വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം ഒരുക്കുന്ന വഴിയുടെ ഒരുക്കങ്ങളാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ, ഇസഹാക്കിനോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ, യാക്കോബിനോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ, യോസഫിനോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ, ഈ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റുവാൻ ദൈവത്തിന് ഓരോ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു, ഓരോ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരുമായിരുന്ന ഇടങ്ങളിൽ ദൈവം അവരോട്, പിതാക്കന്മാരോട് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ മഹാദയക്കാണ് ഈ കൃപ എന്ന് പറയുന്നത്. അബ്രഹാമിനോട് കാണിച്ച കൃപ അവൻ്റെ മക്കളായ യാക്കോബിനോടും ഇസഹാക്കിനോടും, യാക്കോബിൻ്റെ തലമുറയായ യോസഫിനോടും, യോസഫിൽ നിന്നും ആമേൻ ഹല്ലേലൂയ അവൻ്റെ സഹോദരന്മാരിൽ നിന്നും പുറപ്പെട്ട വാഗ്ദത്ത ജനത്തോടും ദൈവം ഈ കൃപ കാണിച്ചു. അങ്ങനെ ഓരോ ഇടങ്ങളിൽ ദൈവം തൻ്റെ കൃപ വെളിപ്പെടുത്തുന്നതിന്, എൻ്റെ കൃപ നിനക്ക് മതി. നമ്മുടെ കുറിവാക്യവും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചിന്തയും മറന്നു പോകരുത്. പൗലോസ് തൻ്റെ ജഡത്തിലെ ക്ലേശം മാറിപ്പോകുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞത്, നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് മാറിപ്പോകാൻ നീ തുടർച്ചയായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ ഞാൻ നിന്നിൽ പകരുന്നുണ്ട്. ആ കൃപ മതി നിനക്ക് മുൻപോട്ടുള്ള കാര്യങ്ങളിൽ ആമേൻ ദൈവത്തിൻ്റെ ദൈവിക പദ്ധതിയെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ. നമ്മുടെ ചിന്തയും ഇതാണ്. ദൈവം അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലതിനും മറുപടി തരാതെ ഇരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ പിറുപിറുക്കരുത്, ദൈവത്തോട് മത്സരിക്കരുത്. മറിച്ച് അതിൻ്റെ അപ്പുറത്ത് തങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവം തൻ്റെ കൃപ നമ്മളോട് വെളിപ്പെടുത്തുന്നുണ്ട്. അതേതെല്ലാം മേഖലകളിലാണെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കണമെന്നാണ് ഈ 3 ചിന്തകളിലോടും ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചത്. ആമേൻ, നോഹയ്ക്ക് ലഭിച്ച കൃപ അവനെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ നിന്ന് അവരുടെ മുൻപിൽ തന്നെ ആമേൻ ഹല്ലേലൂയ ദൈവിക പദ്ധതിയുടെ ആഴം വെളിപ്പെടുത്തുവാൻ അവരുടെ മുൻപിൽ തന്നെ ദൈവം ഉപയോഗിച്ചതാ നോഹയ്ക്ക് ലഭിച്ച കൃപ. ആമേൻ ഹല്ലേലൂയ ലോത്തിന് ലഭിച്ച കൃപ, അവൻ്റെ കൂടെയുള്ളവർ പരിഹസിച്ച് ആമേൻ ഒരു പട്ടണം മുഴുവൻ കത്തി അമർന്നു പോയപ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം തന്നെ കരം പിടിച്ചുയർത്തി മാറ്റി നിർത്തിയതാണ് ലോത്തിന് ലഭിച്ച ദൈവകൃപ. അബ്രഹാമിൻ്റെ സന്തതികൾക്ക് ലഭിച്ച ദൈവകൃപ, ദൈവത്തെ തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ നിന്ന് ദൈവശബ്ദം കേട്ട് അബ്രഹാം വീണ്ടും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തൻ്റെ ജനമായിട്ട് അബ്രഹാമിൻ്റെ സന്തതിയെ തിരഞ്ഞെടുത്തതാണ് അബ്രഹാമിന് ലഭിച്ച ദൈവകൃപ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഈ 3 കാര്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടക്കുവാൻ പോകുകയാണ്. നമ്മൾ സമാന സാഹചര്യങ്ങളിൽ ഇവിടെയൊക്കെ ആയിരിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ പലവിധമായ ബുദ്ധിമുട്ടുകൾ, പലവിധമായ പ്രയാസങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, എന്നെ ഉപദ്രവിക്കുന്നത് ദൈവമേ നീ കാണുന്നില്ലേ, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട അനർത്ഥം ദൈവമേ നീ അറിയുന്നില്ലേ, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ദൈവമേ നീ അറിയുന്നില്ലേ, ഇങ്ങനെ ഇത് മാറിപ്പോകുവാൻ പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നാം അസ്വസ്ഥരായി പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസിനെ ധൈര്യപ്പെടുത്തിയ ആ ധൈര്യവചനം
ഇനിയുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മയും ധൈര്യപ്പെടുത്തട്ടെ. ആമേൻ, ഹല്ലേലൂയ. അവൻ്റെ കൃപ നമുക്ക് മതി. ആ കൃപ നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയാണ്. അബ്രഹാമിനോട് കാണിച്ച മഹാദയ, നോഹയോട് കാണിച്ച മഹാകൃപ, ലോത്തിനോട് കാണിച്ച മഹാദയ, ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികൾ നമ്മുടെ സമാനമായ സാഹചര്യങ്ങളിൽ നമ്മെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതായി തീരട്ടെ. അടുത്തത്, ഹല്ലേലൂയ, നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. നമുക്ക് അതുമൊന്ന് ഏറ്റവും ഒടുവിൽ വേഗത്തിലൊന്ന് ചിന്തിച്ചു പോയ ഭാഗമാണ്. ഇന്ന് പകൽക്കാലം വീണ്ടും അതിലൂടെ കടന്നു വന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുവാൻ ഞാൻ ശരണപ്പെടുകയാണ്. ആമേൻ. മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. 33-ാം അധ്യായം വായിക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നുവല്ലോ. മോശ വല്ലാതെ അസ്വസ്ഥനായി, വല്ലാത്ത പ്രയാസം മോശയുടെ ജീവിതത്തിൽ നേരിട്ടു. മോശ ദൈവത്തോട് പറയുകയാണ്, ഈ ജനത്തെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇവരുടെ ശത്രുക്കളുടെ മുമ്പിൽ ഇവർ തോറ്റുപോയി എന്ന് മറ്റുള്ളവർ പറഞ്ഞ് പരിഹസിക്കാതിരിക്കുവാൻ ദൈവമായ കർത്താവേ, നീ ഈ ജനത്തോട് മനസ്സലിയണമേ. പലപ്പോഴും പ്രിയമുള്ളവരെ, ആമേൻ, ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിലും ആമേൻ വല്ലാത്ത ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്, മറ്റുള്ളവരുടെ മുൻപിൽ മറുപടി പറയുവാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ എന്ന്. ഇവിടെ അടുത്തൊരു ദൈവകൃപയെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സ് വല്ലാതെ പതറിപ്പോകുമ്പോൾ ആ പതറിപ്പോകുന്നതിൽ നിന്ന് കരം പിടിച്ചിട്ട് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം നാം അനുഭവിച്ചറിഞ്ഞു കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും നമ്മുടെ നിലവാരങ്ങളുമൊക്കെ അറിയുന്നല്ലോ എന്ന് തോന്നിയിട്ട് സ്വയം ആശ്വസിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ആശ്വാസത്തിൻ്റെ പേരാണ് ദൈവത്തിന് നമ്മോട് തോന്നുന്ന കൃപ എന്ന് പറയുന്നത്. പലപ്പോഴും കൃപ ഔദാര്യമായി ദൈവം നൽകുന്ന ദാനമാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, സമാനമായ സാഹചര്യങ്ങളിലൂടെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മോട് വല്ലാത്ത മനസ്സലിവ് കാണിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ മനസ്സലിവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ കൊന്നുപോലെ മുൻപിൽ നിൽക്കുക. ഈ ജനത്തെ മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരാട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് പോലെ മുൻപോട്ട് നയിക്കുവാൻ മോശയോട് ദൈവം കൽപ്പിച്ചു. അതുവരെ ആമേൻ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ദൈവ സാന്നിധ്യത്തെ സീനായി മലയിൽ വെച്ച് ആമേൻ കണ്ട്, ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ വെച്ച് കണ്ടപ്പോൾ മുതൽ ആ ദൈവ സാന്നിധ്യം യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞവൻ ആ ദൈവിക ശബ്ദത്തിന് കാതുകൊടുത്ത് ഈ ജനത്തെയും കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഉള്ളിൽ നിന്ന് പിറുപിറുപ്പും മോശയുടെ നായകത്വത്തിന് വിരുദ്ധമായി ഉള്ളിൽ നിന്ന് തന്നെ ആമേൻ അനേക ശബ്ദങ്ങളും ഉയർന്നു തുടങ്ങിയപ്പോൾ പുറത്തെ ആമേൻ മിസ്രൈമിൻ്റെ ശക്തിയെ മോശയ്ക്ക് ഭയമില്ലായിരുന്നു. കാരണം ഹല്ലേലൂയ, അവൻ്റെ മുമ്പിൽ നടക്കുന്ന അഗ്നിസ്തംഭത്തെയും അവന് ഹല്ലേലൂയ പിറകിൽ നിൽക്കുന്ന മേഘസ്തംഭത്തെയും ആമേൻ അവന് തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു. മേഘസ്തംഭത്തിൻ്റെ കീഴിലും അഗ്നിസ്തംഭത്തിൻ്റെ കീഴിലും ഹല്ലേലൂയ ഈ ജനത്തിനു വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഉള്ളിൽ നിന്ന് പിറുപിറുപ്പുണ്ടായി തുടങ്ങിയപ്പോൾ മോശയ്ക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. മോശയുടെ പ്രാർത്ഥന, ദൈവമേ, ഈ ജനത്തെ കൊണ്ടുവന്നിട്ട് പകുതി വഴിയിൽ വെച്ച് വരെ ഉപേക്ഷിച്ച് കളഞ്ഞുവെന്നും മറ്റുള്ളവർ പറയുവാൻ ദൈവമേ നീ അനുവദിക്കരുത്. ദൈവമായ കർത്താവേ, നിന്റെ പദ്ധതി എന്താണെന്ന് നീ വെളിപ്പെടുത്തണമേ, ലജ്ജിതരാക്കി തീർക്കരുതേ ദൈവമേ എന്ന് മോശ പ്രാർത്ഥിച്ചപ്പോൾ 33-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മറുപടി, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അടുത്തത് ആമേൻ ഹല്ലേലൂയ, മോശയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്, ഒരു പദം അവിടെ എഴുതി വച്ചിട്ടുണ്ട്, മോശയെ പോലെ ഒരു പ്രവാചകൻ.
മോശയെ പോലെ ഒരു പ്രവാചകൻ അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്ന്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുന്ന മേഖലകളിൽ ദൈവിക പദ്ധതിയായി വെളിപ്പെട്ട് വരുമ്പോൾ, ആമേൻ, ദൈവത്തിന് നമ്മോട് തോന്നിയ ആ മഹാകൃപയുടെ ആഴം, ആമേൻ, നാം തിരിച്ചറിയണം. ആമേൻ, കുത്തി നോവിക്കുന്ന മുള്ളുകൾ പൗലോസിന്റെ ജീവിതത്തെ, ഹല്ലേലൂയ, ലജ്ജിതനാക്കി തീർത്തപ്പോൾ, ഹല്ലേലൂയ, അത് നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിച്ചിട്ട് അത് നടക്കാതെ വന്നപ്പോൾ, ഹല്ലേലൂയ, തൻ്റെ ശുശ്രൂഷയിൽ താൻ പുറകോട്ട് പോയില്ല. ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഈ മുള്ളുകളുടെ നടുവിലും, ഹല്ലേലൂയ, ഇത് സാത്താൻ, ആമേൻ, സാത്താനെ കൽപ്പിച്ചാക്കിയ ഒരു മുള്ളാണ്. ഇത് മാറിപ്പോകത്തില്ല. മറിച്ച് ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യന് ഉച്ചരിച്ചു കൂടാത്ത ഭാഷ എന്നെ കേൾപ്പിച്ച ദൈവത്തിന്റെ ആ കൃപ എനിക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സകലതും എനിക്ക് മതിയെന്ന്, ആമേൻ, തീരുമാനിച്ചതുപോലെ ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, കുത്തി നോവിക്കുന്ന മുള്ളുകൾ, ആമേൻ, നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കാതെ ദൈവത്തിന്റെ കൃപയുടെ ആഴം എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, ആമേൻ, നമ്മെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുന്ന ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നാം അതിൻ പ്രകാരമായി തീരുന്നു എങ്കിൽ കൃപയുടെ ആഴവും കൃപയുടെ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വെളിപ്പെട്ടു വരുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ വീണ്ടും ഈ വചനങ്ങളെ ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും എൻ്റെ ഉള്ളത്തോട് ഇടപെടുവാൻ തുടങ്ങി. നമുക്കറിയാവുന്ന ഓരോ കാര്യങ്ങൾ തന്നെ, നമുക്ക് അറിവില്ലാത്തതും ഇതുവരെ പ്രസംഗിച്ച് കേട്ടിട്ടില്ലാത്തതുമായ വിഷയങ്ങളല്ല പറയുന്നത്. വീണ്ടും വീണ്ടും ആത്മാവ് ഉറപ്പിക്കുകയാണ്. എസ്തേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തൻ്റെ ജനത്തെ മുടിച്ചു കളയുവാൻ, ഇല്ലാതെയാക്കി കളയുവാൻ ഒരു പദ്ധതി പുറത്തൊരുങ്ങി. മൊർദെഖായി ഇതറിഞ്ഞിട്ട് എസ്തേറിനോട് പറഞ്ഞു, നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ യഹൂദന് വേറെ എവിടുന്നെങ്കിലും രക്ഷയുണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇതിനായിട്ടല്ലോ ദൈവം നിന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ എസ്തേർ മൊർദെഖായിയോട് പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ പോകുകയാണ്. ഉപവസിച്ച് കഴിഞ്ഞിട്ട്, ആമേൻ, നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജസന്നിധിയിലേക്ക് ഒന്ന് ചെല്ലുവാൻ പോകുകയാണ്. എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ അടുത്ത് ചെല്ലേണ്ടുന്നതിന് നാഴികകളും സമയങ്ങളും കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഈ കൽപ്പനകളെ മറികടന്ന് ആരെങ്കിലും, ആമേൻ, രാജസന്നിധിയിൽ ചെന്നാൽ അത് രാജാവിൻ്റെ കോപത്തിന് ഇരയായിത്തീരും. എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയായി പോകുന്ന ഒരു അനുഭവം. എസ്തേർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? തൻ്റെ ജനത്തിനു നേരെ ഉയരുന്ന ശത്രുവിൻ്റെ പദ്ധതികളെക്കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ മിണ്ടാതെ ഇരിക്കാതെ തൻ്റെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി അർഹതയില്ലാത്ത സ്ഥാനത്ത് തന്നെ കൊണ്ടുവന്നെത്തിച്ച ആ ദൈവത്തിൻ്റെ നാമത്തിന് ദോഷമുണ്ടാകാതിരിക്കാൻ എസ്തേറും കൂടെയുള്ളവരും ഉപവസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നിയമപ്രകാരം അല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. എസ്തേർ പ്രാകാരത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ, ആമേൻ, രാജാവിന് എസ്തേറിനോട് മനസ്സലിവുണ്ടായി. അവൻ്റെ പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടി. അടുത്തൊരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആമേൻ, ഹല്ലേലൂയ, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, രാജാവിന് അവളോട് കൃപ തോന്നി. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നശിപ്പിക്കുവാൻ ക്ഷിപ്രകോപിയായ രാജാവിൻ്റെ മുൻപിൽ എസ്തേർ നിയമപ്രകാരം കടന്നു ചെല്ലുവാൻ യാതൊരു വിധമായ അനുകൂല സാഹചര്യങ്ങൾ ഇല്ലാതെ ഇരുന്നപ്പോൾ എസ്തേർ അവിടേക്ക് കടന്നു ചെന്നു. അവളെ കണ്ടപ്പോൾ രാജാവിന് അവളോട് കൃപ തോന്നി. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്താവിഷയം മറന്നു പോകരുത്. കൃപ വെളിപ്പെടുന്നത് ഏതെല്ലാം മേഖലകളിൽ, എന്തിനെല്ലാം കൃപയുടെ പുറകിലുള്ള ദൈവിക പദ്ധതി, ഇതാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. എസ്തേറിനോട് രാജാവിന് കൃപ തോന്നി. കൃപ തോന്നുവാൻ
യാതൊരു വിധമായ അനുകൂല സാഹചര്യങ്ങളും ഇല്ലാതെ ഇരുന്നപ്പോൾ എസ്തേറിനോട് കൃപ തോന്നി. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്നതിൻ്റെ പുറകിലത്തെ ദൈവിക പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ ജനത്തിന് വിരുദ്ധമായി തൻ്റെ ജനത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കി കളയുവാൻ പദ്ധതി ഒരുക്കുന്ന ദുഷ്ടന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞിട്ട്, ആമേൻ ഹല്ലേലൂയ, തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ജനത്തിന് മനസ്സിലാകത്തക്ക നിലയിൽ ദൈവം ഒരുക്കുന്ന ദൈവിക പദ്ധതിയുടെ പേരാ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം മറന്നു പോകല്ലേ പ്രിയമുള്ളവരെ. എസ്തേറിന്റെ ജീവിതത്തിൽ രാജാവിന് അവളോട് തോന്നിയ ആ കൃപ എന്തിനാണ് വിശുദ്ധ വചനത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽക്കാലം തൻ്റെ ജനത്തിൻ്റെ ആമേൻ പദ്ധതികളെ, തൻ്റെ ഹല്ലേലൂയ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കി വച്ച പദ്ധതികളെ തകിടം മറിക്കുവാൻ പിന്നണിയിൽ ആമേൻ ഹല്ലേലൂയ പല പദ്ധതികൾ ഒരുങ്ങുമ്പോൾ, പിന്നണിയിൽ ഒരുങ്ങുന്ന പദ്ധതികൾക്ക് ആമേൻ ചുക്കാൻ പിടിക്കുന്നവർ, അല്ലെങ്കിൽ അതിന് ആമേൻ വശംവദരായവർ, അതിന് ആമേൻ ലക്ഷ്യം വെക്കുന്നവർ അറിയാതെ, തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ജനം പോലും അറിയാതെ ദൈവം ഒരുക്കുന്ന ദൈവിക പദ്ധതിയാ ആമേൻ ചിലയിടങ്ങളിൽ വെളിപ്പെടുന്ന ദൈവകൃപ എന്ന് പറയുന്നത്. മറന്നുപോകല്ലേ, എസ്തേറിനോട് ദൈവത്തിന് കൃപ തോന്നി. അതുപോലെ ഞാനും നിങ്ങളും അറിയാതെ ആമേൻ ഹല്ലേലൂയ പിന്നണിയിൽ ശത്രുവായവൻ ആമേൻ ഇല്ലാതെയാക്കി കളയുവാൻ, വാഗ്ദത്തങ്ങളിൽ നിന്ന് നീക്കിക്കളയുവാൻ ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ അതിമഹത്തായ പദ്ധതിയിൽ നിന്ന് മാറ്റിക്കളയുവാൻ ആമേൻ ക്രമീകരണങ്ങളെ നാം അറിയാതെ ഒരുക്കുമ്പോൾ, നമുക്ക് വേണ്ടി ചിലയിടങ്ങളിൽ ചില ചെങ്കോലുകൾ നീട്ടപ്പെടും. ആമേൻ ഹല്ലേലൂയ. എസ്തേറിന്റെ നേരെ നീട്ടിയതുപോലെ ചിലയിടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ഹല്ലേലൂയ അധികാരത്തിൻ്റെ ചെങ്കോൽ ആമേൻ ഹല്ലേലൂയ എഴുന്നേൽക്കും. പദ്ധതികൾ ഒരുക്കിയ ഹാമാൻ അറിഞ്ഞില്ല, ഹാമാന്റെ തീർപ്പുകളെക്കാൾ ശക്തമേറിയ തീർപ്പ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ഹാമാൻ അറിഞ്ഞില്ല. ഹാമാന്റെ കയ്യിൽ രാജാവിൻ്റെ അധികാരത്തിൻ്റെ ആമേൻ മുദ്ര സീല കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ വ്യർത്ഥ ബുദ്ധിയിൽ അവൻ വിചാരിച്ചു, എനിക്ക് കിട്ടിയ അധികാരം, എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള പദവികൾ ഹല്ലേലൂയ എനിക്ക് വിരോധമായി, എനിക്കിഷ്ടമില്ലാത്തതിനെ നശിപ്പിച്ചു കളയുവാൻ ഉള്ള ആമേൻ അധികാരമാണെന്ന് ഹാമാൻ ചിന്തിച്ചു. എന്നാൽ ഹാമാൻ അറിഞ്ഞില്ല, ഹാമാനെ ലോകത്തിൻ്റെ മുദ്ര മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ. എന്നാൽ സർവ്വലോകത്തിൻ്റെയും മുദ്രയുള്ളവൻ്റെ ആമേൻ ഹല്ലേലൂയ ഭൂലോകത്തിന് അവൻ അടിസ്ഥാനം കുറിക്കുന്നതിന് മുൻപേ അവൻ്റെ പദ്ധതിയിൽ എഴുതി ചേർക്കപ്പെട്ട തൻ്റെ ജനത്തിന് വിരുദ്ധമായി ഏത് കൽപ്പനകൾ പുറപ്പെട്ടാലും അതിനു വേണ്ടി ആമേൻ എവിടെ തൻ്റെ കൃപ വെളിപ്പെടുത്തണമോ അവിടെ തൻ്റെ കൃപ വെളിപ്പെടുത്തുന്ന സർവശക്തൻ്റെ കരങ്ങളിൽ താണിരിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന അസാധാരണമായ ദൈവിക പദ്ധതി കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉള്ളിടത്തോളം കാലം വിളിക്കപ്പെട്ടവരെ, വേർതിരിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടതില്ല. ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്ക് മുൻപിലും, ഒരു മാനുഷിക പ്രമാണങ്ങൾക്ക് മുൻപിലും, പിശാചിൻ്റെ കോട്ടകൾക്ക് മുമ്പിലും എന്നെ നിങ്ങളെയും ദൈവം താളടിയായി വിട്ടുകൊടുക്കത്തില്ല. ഒറ്റ കാര്യം എസ്തേറിന്റെ ജീവിതം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. കൃപ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയിടത്ത്, ഒരിക്കലും ലഭിക്കുവാൻ സാധ്യതയില്ലാതെ ഇടത്തു നിന്ന് ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തി. ആ നീതിയുടെ പേരാ കൃപയെന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവകൃപ നമുക്ക് വേണ്ടി വിവിധ മണ്ഡലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. മോശയ്ക്ക് വെളിപ്പെടുത്തിയതുപോലെ, നോഹയ്ക്ക് വെളിപ്പെടുത്തിയതുപോലെ, ലോത്തിന്റെ ജീവിതത്തിൽ ആമേൻ ഇടിവിൽ നിൽക്ക നിമിത്തം ലഭിച്ചതുപോലെ, തൻ്റെ വാഗ്ദത്ത സന്തതികൾക്ക് ലഭിച്ചതുപോലെ. ഹല്ലേലൂയ. നാം വേദപുസ്തകം വായിക്കുമ്പോൾ പുറകോട്ട് ഒറ്റ വാക്ക് ചേർത്ത് വെച്ച് പറയട്ടെ. ഇസഹാക്കിന് വിവാഹം ആലോചിക്കുവാൻ പോകുമ്പോൾ എലയാസർ ആമേൻ ഹല്ലേലൂയ കടന്നുപോയി താൻ ദൈവസന്നിധിയിൽ അടയാളം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും
എലയാസറിൻ്റെ പ്രാർത്ഥനയാണ്, എന്നോട് കൃപ തോന്നി എനിക്കും എൻ്റെ ആടുമാടുകൾക്കും ഒട്ടകങ്ങൾക്കുമൊക്കെ വെള്ളം കോരിക്കൊടുക്കുന്നവൾ, ആമേൻ, എൻ്റെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉള്ളതാണെന്ന് ഞാൻ, ആമേൻ ഹല്ലേലൂയ, മനസ്സിലാക്കുമെന്ന്. എലയാസർ എന്തു പ്രാർത്ഥിച്ചുവോ അതേപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയായി തീർന്നു. കാരണം ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ടാണ് എലയാസർ പ്രാർത്ഥിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ആ ദൈവത്തിൻ്റെ കൃപയ്ക്കു വേണ്ടി ഞാനും നിങ്ങളും അതിൻ്റെ യഥാർത്ഥമായ ഓരോ സ്റ്റെപ്പുകൾ അറിഞ്ഞു വേണം പ്രാർത്ഥിക്കുവാൻ. എന്നെ ശക്തമായി ദൈവാത്മാവ് ബലപ്പെടുത്തിയൊരു കാര്യമാണ്, എൻ്റെ കൃപ നിനക്കു മതി. കൃപയുടെ ഓരോ ഘട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് ഏതെല്ലാം മേഖലകളിൽ എങ്ങനെയൊക്കെ ദൈവകൃപ വെളിപ്പെടും, ദൈവകൃപ വെളിപ്പെടുമ്പോൾ അതിൻ്റെ മറുപടികൾ എന്തായിരിക്കും, ദൈവകൃപയ്ക്കു വേണ്ടി എപ്രകാരം നാം യാചിക്കണം. ഈ മുള്ള് നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറത്തായി ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്ക്. പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ കർത്താവേ, ഈ മുള്ള് നീങ്ങിപ്പോകുവാനല്ല, ഇതിനെ ജയിപ്പാൻ ആവശ്യമായ എൻ്റെ ബലഹീനതയായി ഈ മുള്ള് എന്നെ ബലഹീനമാക്കുകയാണ്, എൻ്റെ ബലമില്ലാതെയാക്കി കളയുക, എൻ്റെ പ്രത്യാശ ഇല്ലാതെയാക്കുകയാണ്. എനിക്ക് മുൻപോട്ട് ആമേൻ ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഈ മുള്ളെന്നെ വല്ലാതെ കുത്തി നോവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിന്റെ കൃപ എനിക്ക് മതി കർത്താവേ, നിന്റെ കൃപ മതി. ഈ കൃപ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ, ദൈവിക പദ്ധതിയുടെ ആഴം വെളിപ്പെട്ടു വരുന്നത്, ആമേൻ ഹല്ലേലൂയ, നമുക്ക് കാണുവാൻ കഴിയും. ഒരു വാക്യം കൂടി വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 74-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇവിടെ നാം വായിച്ചു കേട്ട വാക്യത്തിന് അതിൻ്റെ ആഴമേറിയൊരു അർത്ഥം അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ട്. നമുക്ക് ലഭിച്ച ഇത്രത്തോളം കൃപകളെക്കുറിച്ച് പറഞ്ഞില്ലേ? മരണത്തിൽ നിന്ന് വിടുതൽ തന്നത്, അപകടത്തിൽ നിന്ന് കരം പിടിച്ച് ലോത്തിനെ കൊണ്ടുപോയതുപോലെ ചുറ്റും പരിഹസിച്ചവരുടെ മധ്യത്തിൽ ആമേൻ ഹല്ലേലൂയ പരിഹാസത്തിന് അകപ്പെടാതെ ഒരു പെട്ടകത്തിനകത്ത് നോഹയും കുടുംബത്തെയും മറച്ചത് അവന് ലഭിച്ച ദൈവകൃപ. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നമുക്ക് നീതി ലഭിക്കുമെന്ന് ആമേൻ വിചാരിക്കാത്ത ഇടങ്ങളിൽ ലഭിച്ച നീതിയാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞില്ലേ? ഇവിടെ എസ്തേറിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി കഴിഞ്ഞിരുന്നു എങ്കിൽ ദുഷ്ടനായ ഹാമാന്റെ വാക്കുകൾക്ക് മുൻപിൽ എസ്തേറും അവളുടെ ആമേൻ ഹല്ലേലൂയ പിതൃഭവനവും അവളുടെ ദേശവും മുഴുവൻ നശിച്ചു പോകുമായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഉപവസിക്കേണ്ടതുപോലെ ഉപവസിച്ചപ്പോൾ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ, ദുഷ്ടന്റെ ഉദ്ദേശശുദ്ധിയെ ആമേൻ ഹല്ലേലൂയ ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞ് തക്ക സമയത്ത് ഒരു കാരണവശാലും വെളിപ്പെടാൻ സാധ്യതയില്ലാത്തടത്ത് രാജാവിൻ്റെ കൃപ അവളോട് തോന്നിയത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് നാം കേട്ടല്ലോ. ഇന്ന് പകൽക്കാലം നാം വായിച്ച വാക്യത്തിലൂടെ ഒന്നുകൂടി അടുത്തു വരട്ടെ. നമുക്ക് ലഭിച്ച യഥാർത്ഥ ദൈവത്തിൻ്റെ കൃപ എന്താണെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നതാണ് നമുക്ക് ലഭിച്ച ദൈവകൃപയെന്ന് പറയും. പ്രിയമുള്ളവരെ, മറിയയെ കാണുമ്പോൾ ദൂതൻ വന്നിട്ട് മറിയോട് പറയുന്നൊരു വാക്കുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നന്മ നിറഞ്ഞവളെ നിനക്ക് വന്ദനമെന്നല്ല, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അവൾക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. സർവ്വലോകത്തിൻ്റെയും ഉടയവനായവനെ ഉദരത്തിൽ സ്വീകരിക്കുവാനും, ആമേൻ ഹല്ലേലൂയ, ആ ഉടയവനെ ഹല്ലേലൂയ എല്ലാ വിശുദ്ധിയോടും കൂടി ലോകത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തുവാനും, ആമേൻ ഹല്ലേലൂയ ഉടയവൻ്റെ കൂടെ ആമേൻ ഹല്ലേലൂയ 33.5 വർഷം ജീവിക്കുവാൻ ഹല്ലേലൂയ ലഭിച്ച വലിയ ദൈവകൃപ. അതിനുശേഷവും ഹല്ലേലൂയ അവൻ്റെ ആമേൻ ഹല്ലേലൂയ വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാനും അവൻ വിട്ടേച്ചു പോയ ആമേൻ സാക്ഷാൽ കാര്യസ്ഥനെ ആമേൻ അവൻ്റെ ആരാധിച്ചവരുടെ കൂട്ടത്തിലിരുന്ന് പ്രാപിച്ചെടുക്കുവാനും ആ വെളിപ്പാടിൽ ജീവിച്ച് ജീവിതം തീർക്കുവാനും ദൈവം കൊടുത്ത വലിയ കൃപ.
ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മോട് കാണിച്ച ഈ മഹാകൃപയുടെ ഓരോ ഘട്ടങ്ങളെയും നാം തിരിച്ചറിയണം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായിട്ടുണ്ടെന്നേ. ഏത് മേഖലകളിലും, ഏത് യുദ്ധങ്ങളുടെ നടുവിലും, ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ അസാധാരണമായ ആ കൃപയുടെ വല്ലഭത്വത്തിൻ്റെ കീഴിൽ, അസാധാരണമായ ആ കൃപയുടെ വലിപ്പത്തിനുള്ളിൽ നമ്മെ മറച്ചിരിക്കുകയാണ്. നമ്മെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവം ചിലരോട് കാണിച്ച ദൈവകൃപയുടെ ആഴവും ദൈവകൃപയുടെ പദ്ധതിയും ഒക്കെ ദൈവം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് മനസ്സിലാക്കി തന്നതെന്താണെന്ന് ചോദിച്ചാൽ, മുൻപോട്ടുള്ള ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഒരുപക്ഷെ കടന്നു വരാം. നല്ല പ്രതിസന്ധി പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഈ മുള്ളു മാറിപ്പോയിട്ട് ഞാൻ ഫ്രീ ആകണേ എന്നല്ല പ്രാർത്ഥന. നിന്റെ കൃപ എനിക്ക് മതി, നിന്റെ കൃപ മതി. ഈ പ്രതിസന്ധിയിലൂടെ ദൈവത്തിന് ചില ദൈവപ്രവൃത്തി എൻ്റെ മേൽ ചെയ്തെടുക്കുവാനുണ്ട്. എനിക്ക് ചില ദൈവപ്രവൃത്തി ഇതിലൂടെ കാണുവാനുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ആമേൻ ഹല്ലേലൂയ യോബ് പറയുന്നത്, അന്യനല്ല, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാനത് നോക്കിക്കാണും. ആ ഒരു പ്രത്യാശ നമ്മളെ മുൻപോട്ട് നയിക്കുമാറാകട്ടെ. ഒരു വർഷം നമ്മളെ വിട്ട് ആമേൻ ഹല്ലേലൂയ കടന്നു പോകുവാൻ പോവുകയാണ്. ജയകരമായ നാം പ്രത്യാശിക്കുന്നു ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം. പ്രതിസന്ധികളുടെ നടുവിലും വീണുപോകാത്ത ആമേൻ ഹല്ലേലൂയ ദൈവിക പദ്ധതി വെളിപ്പെടുത്തുന്ന ആമേൻ ഹല്ലേലൂയ ഒരു വർഷം ദൈവം നമുക്ക് മുൻപോട്ട് തരുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഹല്ലേലൂയ ഏത് തകർക്കുന്ന, ഉള്ളത്തെ ഉലയ്ക്കുന്ന, മനസ്സിൻ്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന, മുൻപോട്ട് ഓർക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ഏത് കാര്യങ്ങൾ കടന്നു വന്നാലും എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ എൻ്റെ ഉള്ളത്തിൽ എന്നെ ശക്തമാക്കിയ ഒരു കാര്യമാണ്. ഇനി ഇതൊന്നും മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കേണ്ട. ആ കൃപ എനിക്ക് മതി കർത്താവേ. ഈ കൃപയുണ്ടെങ്കിൽ, പൗലോസിൻ്റെ ജീവിതത്തിൽ ഈ സാത്താൻ്റെ ദൂതനെ കുത്താനേൽപ്പിച്ചതാ. പിന്നീട് എവിടെയും പൗലോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പൗലോസ് ഇതിനെക്കുറിച്ച് എങ്ങും പറഞ്ഞിട്ടില്ല. ഈ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതി അവരോട് പറഞ്ഞുറപ്പിക്കുന്നതല്ലാതെ തന്നെ ക്ലേശിപ്പിച്ച ക്ലേശങ്ങളെക്കുറിച്ച് ആമേൻ ഹല്ലേലൂയ ഒന്നും പറഞ്ഞിട്ടില്ല. പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം കാത്തു. അന്ന് പരാതി പറഞ്ഞിടത്ത് നിന്ന് 3 വട്ടം പ്രാർത്ഥിച്ചിട്ട് നീങ്ങിപ്പോകാത്തത് കൃപയുള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ പൗലോസിന് പറയുവാനുള്ളൊരു സാക്ഷ്യം, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പൗലോസിനെ പോലെ എന്തിനാ പൗലോസ് സഹിച്ച കഷ്ടവും പൗലോസ് സഹിച്ച വേദനയും. ഈ വായിച്ച വാക്യം തന്നെ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ഇതേ കൊരിന്ത്യരോട് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടേത് വല്ലതും ചതിച്ചെടുത്തുവോ? ഞാൻ നിങ്ങളുടെ വെള്ളിയോ പൊന്നോ വല്ലതും മോഹിച്ചുവോ? ഞാനും തീത്തോസും നിങ്ങളുടെ ഇടയിൽ വന്ന് വേല ചെയ്തു. ഞങ്ങൾ 2 പേരും നടന്നത് നിങ്ങൾ നടക്കുന്ന അതേ ആത്മാവിനാൽ തന്നെയല്ലയോ ഞങ്ങളും നടക്കുന്നത്? നോക്കുക, പ്രാഗൽഭ്യത്തിൻ്റെ വാക്കുകൾ. ഒരുത്തൻ്റെയും മുൻപിൽ ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കാതെ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് വചനം പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? ഈ സാത്താൻ്റെ ദൂതനെ വകവയ്ക്കാതെ, സാത്താൻ്റെ ദൂതൻ കുത്തി മുറിവേൽപ്പിക്കുന്നവൻ കൂടെ ഉണ്ടെന്നറിഞ്ഞിട്ട് അതിന് ചെവി കൊടുക്കാതെ, അതിനെ ആമേൻ ഹല്ലേലൂയ വലുതായി കാണാതെ, ആ കൃപ മാത്രം മതി കർത്താവേ. ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ആ കൃപയുണ്ടെങ്കിൽ ഈ സാത്താൻ്റെ ദൂതനെ ഞാൻ ഹല്ലേലൂയ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. ഇവൻ എന്നെ ഇനിയും കുത്തി നോവിക്കുവാൻ കഴിയത്തില്ല. കാരണം അതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ ആ നിറഞ്ഞു നിൽക്കുന്ന കൃപ എൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇതിനെയൊന്നിനെയും ഞാൻ സാരമുള്ളതായി എണ്ണുന്നില്ല. പൗലോസ് പറയുക, 1 കുറയെ 40 അടി 39 അടി ഞാൻ 5 വട്ടം കൊണ്ടിട്ടും എനിക്ക് പരാതിയില്ലാത്തത്. 1 കുറയെ 40 അടി എന്ന് പറഞ്ഞാൽ 39 അടി. ചാട്ടവാറ് കൊണ്ടുള്ള 39 അടി 5 വട്ടം ഞാൻ കൊണ്ടിട്ടും എനിക്ക് പരാതിയില്ലാത്തത് ഈ കൃപ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മെ തൻ്റെ വാഗ്ദത്തം നമ്മുടെ മേൽ പൂർത്തീകരിക്കുന്ന ദിവസം വരെ
ശക്തിയോടെ നിർത്തുവാൻ കഴിവുള്ളവന്, പൗലോസിന്റെ വാക്ക് ഞാൻ കടമെടുത്ത് പറയുക, ശക്തിയോടെ എന്നെ നിർത്തുവാൻ കഴിയുന്നവന് ആമേൻ 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 എന്ന് പറഞ്ഞ പൗലോസ് തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ പകലിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ വേദനപ്പെടുന്ന, പ്രയാസപ്പെടുന്ന പ്രതികൂലങ്ങൾ, ആമേൻ പദ്ധതികൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ നാം കഴിഞ്ഞ ദിവസം വരെ ഈ പറഞ്ഞ മനുഷ്യരെ പോലെയൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം മുതൽ ദൈവാത്മാവിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നാം പൗലോസിനെ പോലെ ആയിത്തീരണം. നിന്റെ കൃപ എനിക്ക് മതി കർത്താവേ, നിന്റെ കൃപ എനിക്ക് മതി. അതെൻ്റെ ബലഹീനതകളിൽ എന്നെ തികഞ്ഞവനാക്കി തീർക്കുന്നത്. അതുകൊണ്ട് എന്നെ ആമേൻ ഹല്ലേലൂയ പകുതിയിൽ വിട്ടിട്ട് പോകുന്നവനല്ല, എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്ന ആ നിന്റെ കൃപയൊന്നും മതി കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ, ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന, ഉറങ്ങാൻ കഴിയാതെ ചിന്താഭാരങ്ങളെ കൊണ്ടുവന്ന് വെല്ലുവിളിക്കുന്ന ഓരോ വെല്ലുവിളികളും നമ്മെ വിട്ടുമാറും. ഇന്ന് പകൽ മുതൽ ഹല്ലേലൂയ അസാധാരണമായ ദൈവപ്രവൃത്തി, ഇന്നത്തെ പകൽ മുതൽ അസാധാരണമായ ദൈവകൃപ നമ്മെ മുൻപോട്ട് നയിക്കുമാറാകട്ടെ. നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഏത് നിമിഷത്തിലും ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന നമ്മളെ ഭരിക്കണം. ആമേൻ, ദൈവമേ നിന്റെ കൃപ എനിക്ക് മതി, ദൈവമേ നിന്റെ കൃപ എനിക്ക് മതി. അതെൻ്റെ ബലഹീനതകളിൽ എന്നെ തികഞ്ഞവനാക്കി നിർത്തുന്നതാ. ഒരു വാക്യം കൂടെ ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ട് ഈ ദൈവിക ആലോചന ഞാൻ ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ചുരുക്കുകയാണ്. നാം പ്രാർത്ഥിച്ചതും കേട്ടതുമെല്ലാം അസാധാരണമായ ദൈവകൃപയെക്കുറിച്ചാണ്. ഇനി ഇത് പ്രാപിച്ചെടുക്കണമെങ്കിൽ വളരെ സിമ്പിൾ, ലഘുവായ ഒരൊറ്റ കാര്യം മാത്രമേ ഈ അസാധാരണമായ ദൈവകൃപ പ്രാപിക്കുവാനുള്ളൂ. ഒന്ന് വായിച്ചാട്ടെ, മലാഖി പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മലാഖി പ്രവചനം 1:9. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തിന് ഹിതമുള്ളത് പ്രവർത്തിക്കുക, ദൈവത്തിന് ഹിതമുള്ളത് പറയുക, ദൈവത്തിന് ഹിതമുള്ളത് വായിൽ നിന്ന് പുറപ്പെടുക. ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് എന്ന് നമ്മോട് കൽപ്പിച്ച ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നാം അനുസരിച്ച് മുൻപോട്ട് പോകുന്നുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവകൃപ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ ആമേൻ വളരെ ബുദ്ധിമുട്ടുകളുള്ളതും പ്രയാസങ്ങൾ നിറഞ്ഞതുമാണ് എന്ന് ഹല്ലേലൂയ പലപ്പോഴും നാം ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം ഒരു പ്രയാസവുമുള്ളതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം മനഃപൂർവ്വം തയ്യാറായാൽ ക്രിസ്തീയ ജീവിതം ഏറ്റവും സന്തോഷകരവും ഏറ്റവും ആയാസരഹിതവുമായതാണ്. ആമേൻ. ആകയാൽ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് തോന്നേണ്ടുന്നതിനല്ല, നിശ്ചയമായും തോന്നും. എപ്പോൾ നാം അവനെ പ്രസാദിപ്പിക്കുന്നവരായി, അവൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായി, അവൻ്റെ ഹിതത്തിന് പൂർണ്ണമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി, പൗലോസ് ചെയ്തതുപോലെ തന്നെ പ്രയാസപ്പെടുത്തുന്ന പ്രതിസന്ധി നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിച്ചിട്ടും ആമേൻ അതിന് മറുപടി ലഭിക്കാതെ വന്നപ്പോൾ ദൈവത്തോട് പിറുപിറുക്കാതെ ആമേൻ അസാധാരണമായ ദൈവകൃപയൊന്നു മാത്രം മതി കർത്താവേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അന്ത്യത്തോളം ദൈവസന്നിധിയിൽ ശക്തമേറിയ ദൈവിക ആമേൻ ശുശ്രൂഷയുടെ വക്താവായി പൗലോസ് മാറിയത് ആ ദൈവത്തിൻ്റെ കൃപ അവനിൽ ആമേൻ ധാരാളമായി വെളിപ്പെട്ടത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ദൈവം ഇതേ ദൈവകൃപ നമ്മിലും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തെ അനുസരിക്കുന്നവരായി, ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നവരായി, ദൈവവചനത്തിന് ചെവി കൊടുക്കുന്നവരായി, അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മുടെ എല്ലാ വഴികളിലും അവന് നമ്മോട് കൃപയും കരുണയും തോന്നേണ്ടുന്നതിന് അവൻ്റെ പാദപീഠത്തിങ്കൽ അവൻ്റെ വചനത്തിൻ്റെ അനുസരണമുള്ള ആടുകളായി നമുക്കായിരിക്കാം ഈ വചനങ്ങളാൽ
ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ.